ചൈനയിലെ ആരോഗ്യ മേഖലകളെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. എങ്കിൽ ഇന്ന് ഞാൻ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ അടുത്ത് പോവുകയാണേ. അപ്പോൾ നിങ്ങളെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മെയിൻ ഹോസ്പിറ്റലിലല്ലാതെ സെപ്പറേറ്റ് തന്നെ കണ്ണിൻ്റെ സെക്ഷൻ സെപ്പറേറ്റ് തന്നെയുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒ പിയിലൊന്നും പോയി കാർഡും കാര്യങ്ങളൊന്നും എടുക്കണ്ട. ഇവിടെ ഒരു നേഴ്സ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയി നമ്മൾ മുന്നേ കാണിച്ച ഒരു QR കോഡ് ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ആ QR കോഡ് ജസ്റ്റ് അവിടെ കൊടുത്താൽ തന്നെ നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. അപ്പോൾ അതാ നമുക്ക് ഡോക്ടർ റൂമിൽ നമ്മളിതുപോലെ വെയിറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ടോക്കണായി ഇനി ഒരാളും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പം ചൈനീസിലാണ് അത് പറയുന്നത്, കേൾപ്പിച്ച് തരാവേ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറുടെ റൂമിൽ കയറി. ഇവിടെ ഡോക്ടർമാർക്ക് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചൈനീസിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഹസ്ബൻഡിന് ചൈനീസ് അറിയാവുന്നതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നില്ല. പിന്നെ നിങ്ങളിവിടെ നോക്കിക്കേ, ഇവിടെ അധികം നേഴ്സുമാരൊന്നും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവാറില്ല. ഡോക്ടർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു QR കോഡ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ആ QR കോഡിലാണ് ഡോക്ടറുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഈ QR കോഡിലാണ് പൈസ മെഡിസിൻ്റെയും എല്ലാ പൈസയും പേ ചെയ്യേണ്ടത്. അതിന് സെപ്പറേറ്റ് സെക്ഷനിൽ പോയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് ഒന്നുമില്ല. വളരെ ഈസിയാണ്. ആ QR കോഡിൽ നമ്മളിതുപോലെ സ്കാൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അത്ര പൈസയൊന്നും ആവത്തൊന്നുമില്ല കേട്ടോ. പിന്നെ വിദേശികളെന്നോ സ്വദേശികളെന്നോ തിരിച്ച് വ്യത്യാസമില്ലാതെ ഏത് സമയത്തും നമ്മൾക്കും ഈസി ആയിട്ട് ചൈനയിലെ സേവനങ്ങൾ ലഭ്യമാണ്.